ഈ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ഒരു ദൃശ്യം പരിശോധിക്കാം. मैदान में जाके बोलिए ट्रैफिक को रोकते नहीं. ओके, get out of here. Did you not understand? Did you not understand? अरे जाइए. No, what is wrong with you? There are hundreds of people waiting. There is an empty ground there. There is an empty ground. Yes. Get out of here. मैं बात करता हूँ. मेरे से कोई बात नहीं करेगा. यहाँ से इस ट्रैफिक को हटाओ. हटाओ ना. നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ ദൃശ്യങ്ങൾ അങ്ങ് മഹാരാഷ്ട്രയിൽ നിന്നുള്ളതാണ്. കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനുമെതിരെ മഹാരാഷ്ട്ര ഭരിക്കുന്ന മഹായുതി സഖ്യം നടത്തുന്ന സമരമുഖമാണ് വേദി. പൊതുവിടം കയ്യേറി കഴിഞ്ഞ ദിവസം ആഘോഷമായി BJP നടത്തിയ സമരത്തിൽ നഗരങ്ങൾ നിശ്ചലമായി. ഇതിനെതിരെ പല കൊമ്പന്മാരും മൗനം പാലിച്ചപ്പോൾ ഒരു സാധാരണ വീട്ടമ്മ പ്രതിഷേധിച്ച രംഗമാണ് ആദ്യം കണ്ടത്. നാണം കെട്ട ഏർപ്പാടിന് നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടെ ആളുകളെയും വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കടന്നു പോകൂ എന്നാണ് യുവതി അലറിക്കൊണ്ട് BJP മന്ത്രിയോട് പറഞ്ഞത്. നൂറുകണക്കിന് BJPക്കാരും മഹായുതി അണികളും നോക്കി നിൽക്കെയാണ് യുവതി BJP മന്ത്രിയെ ചീത്ത വാക്കുകൾ കൊണ്ട് അഭിഷേകം നടത്തുന്നത്. ജനാധിപത്യം ഇങ്ങനെയായാൽ തെറ്റില്ല എന്നാണ് ഈ വീഡിയോയ്ക്ക് ലഭിക്കുന്ന കമന്റുകൾ. നമ്മൾ ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധികൾ നമുക്ക് തന്നെ പാരയാകുന്നതാണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത്. അത് പല രീതിയിലുണ്ട്. അഴിമതികളിലൂടെ നടക്കാം, സ്വജന പക്ഷപാതത്തിലൂടെ നടക്കാം. എന്നാൽ അവർ തെരുവിലിറങ്ങി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ ജനങ്ങൾ ഇതുപോലെ കൈകാര്യം ചെയ്യുമെന്ന് ഒരു മാതൃകയായി അവരുടെ മുന്നിലുണ്ടാകണം. മുംബൈയിലെ വർളിയിൽ ഒരു റാലി സൃഷ്ടിച്ച ഗതാഗത കുരുക്കിൽപ്പെട്ട യുവതി മഹാരാഷ്ട്ര ജലവിഭവ മന്ത്രി ഗിരീഷ് മഹാജനെയും പോലീസിനെയും പരസ്യമായി ചോദ്യം ചെയ്തത് രാജ്യത്തിനൊന്നാകെ കൈയടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടന്നത്. കേന്ദ്രത്തിൽ ഭൂരിപക്ഷമില്ലാത്തതിനാൽ വനിതാ സംവരണ ബില്ല് പാസ്സാകാതെ പോയതിൽ പ്രതിഷേധിച്ച് മഹായുതി സഖ്യത്തിന്റെ ഭാഗമായി ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിനിടെയായിരുന്നു സംഭവം. പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡി സഖ്യത്തിനും കോൺഗ്രസിനുമെതിരെയായിരുന്നു ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. വൈകുന്നേരം 5 മണിക്ക് നിശ്ചയിച്ചിരുന്ന മാർച്ചിൽ MVAക്കെതിരെ മുദ്രാവാക്യം വിളികളുമായി നിരവധി സ്ത്രീകളും പങ്കെടുത്തിരുന്നു. വർളിയിൽ ജംബോരി മൈതാനത്ത് നിന്ന് ആരംഭിച്ച് ഡോമിൽ അവസാനിക്കുന്ന രീതിയിലായിരുന്നു മാർച്ച്. താമസക്കാർ ഏറെയുള്ള ജനസാന്ദ്രതയേറിയ പ്രദേശമാണ് ജംബോരി മൈതാനം. ഇവിടെ സാധാരണയായി തന്നെ വലിയ ഗതാഗത തിരക്ക് അനുഭവപ്പെടാറുള്ള സ്ഥലമാണ്. പ്രതിഷേധം തുടങ്ങാൻ വൈകിയത് പ്രദേശത്താകെ കനത്ത ഗതാഗത കുരുക്കിന് കാരണമായിരുന്നു. മക്കളെ സ്കൂളിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോകാൻ ഇറങ്ങിയ യുവതി മണിക്കൂറുകളോളം ഈ കുരുക്കിൽ അകപ്പെടുകയായിരുന്നു. ഏറെ നേരം ആ സ്ത്രീ ശാന്തമായി റോഡിൽ കാത്തിരുന്നു. എന്നാൽ അത് പൊട്ടിത്തെറിക്കും മുമ്പുള്ള ശാന്തതയായിരുന്നു. സഹികെട്ട അവർ തന്റെ വാഹനം നിർത്തിയിട്ട് മാർച്ചിലേക്ക് നേരിട്ട് ചെന്ന് മന്ത്രി ഗിരീഷ് മഹാജനുമായി രൂക്ഷമായ തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഇത്തരം രാഷ്ട്രീയ റാലികൾ പൊതുജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അവർ ശക്തമായി ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഇവിടെ നിന്ന് പോകൂ എന്ന് പ്രകടനക്കാരോടും മന്ത്രിയോടും ആക്രോശിച്ച അവർ രൂക്ഷമായ ഭാഷയാണ് ഉപയോഗിച്ചത്. സമീപത്ത് ഒഴിഞ്ഞ മൈതാനത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നൂറുകണക്കിന് ആളുകൾ അവിടെ കാത്തു നിൽക്കുകയാണ്. അവിടെ ഒരു ഒഴിഞ്ഞ മൈതാനം കിടപ്പുണ്ട് എന്നവർ മന്ത്രിയോട് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. മുംബൈ പോലീസിനോടും ആ സ്ത്രീ തന്റെ അമർഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയി സമരം ചെയ്തുകൂടെ എന്നാണ് യുവതി ചോദിക്കുന്നത്. പിന്നാലെ മന്ത്രിയും കൂട്ടരും സ്ഥലം വിടുകയായിരുന്നു. ആ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കാം. मैदान में जाके बोलिए ट्रैफिक को रोकते नहीं. ओके, get out of here. Did you not understand? Did you not understand? अरे जाइए. No, what is wrong with you? There are hundreds of people waiting. There is an empty ground there. There is an empty ground. Yes. Get out of here. मैं बात करता हूँ. मेरे से कोई बात नहीं करेगा. यहाँ से इस ट्रैफिक को हटाओ. हटाओ ना.